Good morning, ma'am. Good morning. All sit down. Attendance എടുക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അവനവന്റെ പേര് കേൾക്കുമ്പോൾ പ്രസന്റ് പറയണം. അദ്വൈത് പ്രസന്റ് മാം. ഗൗതം പ്രസന്റ് മാം. ആദിത്യ ആബ്സെന്റ്. ആരവ് ആബ്സെന്റ്. പ്രിയ പ്രസന്റ്. ആര്യ ആബ്സെന്റ്. ഇഷിക ആബ്സെന്റ്. ദാക്ഷ present. Okay. All of you take your textbook. Textbook കൊണ്ടുവന്നില്ല. നീ എന്തിനാ പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നത്? ഇന്നലെ നീ കൊണ്ടുവന്നില്ലല്ലോ. ഇന്നലെ കൊണ്ടുവന്നു. ഇനി നീ ഹോംവർക്ക് ചെയ്തോട്ടെ. നീ എന്തിനാ പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നേ? പഠിക്കാൻ. എന്നിട്ട് ഇവിടെ മൊത്തം കുരുത്തക്കേട് കാണിച്ചിരിക്കുകയാണല്ലോ. ഇങ്ങോട്ട് വാടാ നീ. സോറി മാം. നിന്നെ പഠിപ്പിക്കാൻ ഇനി ആരാ അടി അനങ്ങി പോയാൽ നിന്നെ ഞാൻ ജോലിയാണ്. മനസ്സിലായല്ലോ? ഇനി ആരും ഇവന്റെ കൂടെ കളിക്കാൻ നിൽക്കണേ. ഇവിടെ നിർത്തിയെന്ന് പറഞ്ഞു. I want to take your books. Okay. ഞാൻ ഇവിടെ ഒരു ആക്ടിവിറ്റി എഴുതി തരാം. അതെല്ലാരും എഴുതണം. മനസ്സിലായല്ലോ? എല്ലാരും എഴുതി എടുക്കണം കേട്ടോ. 50, 57, 60, 61. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല കളിക്കാൻ പോയിരുന്ന്. എന്നിട്ട് നീ കളിച്ചോ? പിന്നെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ നിന്നോട് നിന്നോട് കളിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ കളിച്ചല്ലേ? സോറി ടീച്ചർ. നിന്നെ ഒന്ന് അടിക്കല്ലേ വേണ്ടത്, ക്ലാസ്സിന് പുറത്താക്കാണ്. എത്ര തവണ പറഞ്ഞു ഹോംവർക്ക് ടെക്സ്റ്റ് കൊണ്ടുവരില്ല. നീ എന്തെങ്കിലും ഒരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്ന് കൂസലോടാണ് പറയുന്നത്. ഒരു കൂസലും ഇല്ല. ഇനി നീ കളിക്കണം. ഞാൻ കാണട്ടെ. അടിച്ച് പോലും ഞാൻ പ്രിൻസിപ്പൾ ആയിട്ട് കൊണ്ടുവരുന്നത്. ഈ ആക്ടിവിറ്റി എല്ലാവരും എഴുതി ഞാൻ നോട്ട് തരാം. നിന്ന് എഴുതും. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് എഴുതിയാണ്. എവിടെയെങ്കിലും ബുക്ക് കാണുമ്പോൾ അത് ഞാൻ എടുത്തു തരണം. നീ തന്നെ അവിടെ ഇത് നീ ഫുൾ എഴുതുക. ക്വസ്റ്റ്യൻ മാത്രമല്ല എഴുതാൻ പറഞ്ഞ ആൻസർ എഴുതണം. എല്ലാരും എഴുതിയോ? എന്താണ് അവിടെ? ബഹുമാനം പഠിച്ചു. ബഹുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് അതാദ്യം പഠിച്ചിട്ട് വാ. ടീച്ചറിനെ പഠിച്ചാൽ മതി. എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിന്നോട് ഞാൻ മര്യാദക്ക് 100 വട്ടം ഇമ്പോസിഷൻ എഴുതിക്കോ. ഇത് ഞാൻ ഇനി ആവർത്തിക്കില്ല. ഒരു കാര്യം വീട്ടിൽ നിന്ന് എഴുതിയിട്ട് വന്നോ? ടീച്ചറെ സ്നാക്സ് നീ എന്നിങ്ങോട്ട് പറഞ്ഞേ. നീ സ്നാക്സ് കഴിച്ചോ? പക്ഷെ അത് കഴിഞ്ഞിട്ട് സ്നാക്സ് കൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ അടുത്ത പീരീഡ് നിനക്ക് എന്താ? മാത്സ് ടീച്ചർ. മാത്സ് മിസ് ലീവല്ല. മിസ്സിന് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് പോയതാ. സോ ഞാൻ വരും. നിങ്ങൾ പഠിപ്പിക്കാം. ടീച്ചറിന്റെ ടേബിളിലേക്ക് വരണ്ടേ? ഞാൻ വരുമ്പോൾ അങ്ങോട്ട് വരണം. അല്ലെങ്കിൽ ആരോടെങ്കിലും വരാൻ പറഞ്ഞു. ടീച്ചർ 79
80 88 ടീച്ചർ ഇനി വരാൻ പോണില്ല, അതുകൊണ്ട് കളിക്കാം. ടീച്ചറിന്റെ സ്റ്റാഫ് റൂമിലേക്ക് പോട്ടെ. ടീച്ചർ എവിടെ? ടീച്ചറെ, ടീച്ചറെ, എന്താ ടീച്ചറെ? ആ, ഇവിടെ വന്നോ? ഞാൻ എന്തിനാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇന്നലെ ഹോംവർക്ക് ചെയ്തില്ലല്ലോ. ഇല്ല, അതിന്റെ ശിക്ഷ തരാൻ വേണ്ടി ഹോംവർക്ക് ചെയ്തു. ഞാൻ അവിടെ പോയിട്ട് ക്ലാസ് എടുത്തു. അതിന് മുന്നേ എനിക്ക് ഹോംവർക്ക് കാണും. അപ്പൊ ക്ലാസ് എന്താണ് ഹോംവർക്ക്? ഓൾ സ്റ്റുഡൻസ്, നിങ്ങൾ ഇവനെ കണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്ക് എഴുതാം. പിന്നെ ഇവനെ പോലെ ആവട്ടെ ആരും. അത് ഞാൻ ഇപ്പഴേ പറഞ്ഞേക്കാം. ഇവന്റെ പാരന്റ്സിനെ ഞാനൊന്ന് വിളിച്ച് പറയുന്നത്. അല്ലാത്തവർക്ക് ഞാനൊരു വർക്ക് തരാം, അതൊക്കെ ചെയ്യും. ഞാൻ തരുന്ന വർക്ക് എല്ലാം ചെയ്യും. ടീച്ചറെ ഹോംവർക്ക് എഴുതി അവരോട് കളിക്കാൻ ഞാൻ പറഞ്ഞോ? ടീച്ചറിന്റെ അമ്മ ആർക്കായ ടീച്ചറെ? നീ ബഹുമാനം ഇതുവരെ പഠിച്ചില്ല അല്ലേ? പഠിക്കാൻ പറ്റുമോ? ഞാൻ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ? രാവിലെ മുതലേ ഞാൻ തൊണ്ടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കല്ലേ. ഇനി നീ വല്ലതും പറഞ്ഞ കൂടുതൽ അയച്ചിട്ട് ഞാൻ ഇവിടെ വീണ്ടും വരാം. നീ ഇങ്ങോട്ട് പറഞ്ഞേ, അല്ലെങ്കിൽ വേണ്ട. കൊണ്ടുപോകുന്നില്ല. അതെ, നാളെ വരുമ്പോ ഇമ്പോസിഷൻ എഴുതാൻ മറക്കണ്ട. ഇല്ലെങ്കിൽ 100 എണ്ണം എഴുതാൻ 100 അടിക്കും ചന്തിച്ചു.